ഫ്രണ്ടിലെ ടയറൊക്കെ നല്ല സ്മൂത്ത്, നല്ല മോട്ടോ ജീപ്പിൻ്റെ ടയർ പോലെയായി. അത് ഹാർഡ് കമ്പോണൻ്റ് ആവുന്നു അല്ലേ? हाँ हाँ മര്യാദയ്ക്ക് വ്ളോഗ് ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ? വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഗൈസ്. കുറച്ച് ദിവസമായി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ മാറ്റം, ഫ്രണ്ടിലത്തെ ടയർ കണ്ടില്ല ഗൈസ്? ഫ്രണ്ടിലെ ടയറൊക്കെ നല്ല സ്മൂത്ത്, നല്ല മോട്ടോ ജീപ്പിൻ്റെ ടയർ പോലെയായി. ഗ്രിപ്പൊക്കെ പോയി. ബാക്കിൽ അതിലേറെ മോശമാണ്. ബാക്കിൽ കാണിച്ചു തരാം. ബാക്കിൽ കണ്ടില്ല എവിടെയൊക്കെ ഞാനത് ഇടയിൽ ഒരു ബോണിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ നൂല് വന്ന് ടയർ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ ഇന്ന് ടയർ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ 360 എടുത്തപ്പോൾ എനിക്ക് 360 മൈക്ക് അഡാപ്റ്റർ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞത്. 360 നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് റീലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:45. സൂര്യനല്ലേ കറക്റ്റ് മേലെ നിൽക്കുക, മണ്ടയുടെ മേലെ നിൽക്കുക. നല്ല ചൂടുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ തന്നെ ടയർ ഷോപ്പ് ചെയ്യാൻ, അപ്പോൾ അവിടെ നിന്ന് മാറ്റുക. അപ്പോൾ അവിടെ തന്നെ മാറ്റാമെന്ന് വിചാരിച്ച് ടയറൊക്കെ ചേട്ടാ ടയറുണ്ടോ? 2 ടയർ വണ്ടിയിൽ കേസ് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ഫുള്ള് ടാസ്ക്കാണ്. 2 വേണം. ഇതാ പുതിയതാ? സോഫ്റ്റ് കമ്പോണൻ്റ് ആണ്. സോഫ്റ്റ് കമ്പോണൻ്റ് ആണോ? ആ ഹാ ഓക്കെ ഓക്കെ. ഓക്കെ ഇതേ സൈസ് തന്നെയാ? ഓക്കെ ഓക്കെ. ഇപ്പൊ ആ ഇട്ടിരിക്കുന്ന ടയർ ഏതാ? ഓക്കെ അത് ഹാർഡ് കമ്പോണൻ്റ് ആവുന്നു അല്ലേ? ഹാ ഹാ ചിലപ്പോൾ പിടിക്കോ? നമ്മുടെ വണ്ടി കിടക്കുന്ന റേഡിയിൽ ഇതുമാണ് കിടക്കുന്നത്. ഓക്കെ 400 3200. അപ്പോൾ 7300 രൂപ. ഈ ടയറാണല്ലോ ഇട്ടിരിക്കുന്നത്? ഓക്കെ 16000 രൂപ. ഓക്കെ ഓക്കെ. ഇത് റെഡിയാണ്, അത് റെഡിയാണ്. കംപ്ലീറ്റ് സ്റ്റീൽ പ്ലേസ് ആണ്, കംപ്ലീറ്റ് സ്റ്റീലാണ്. ഓക്കെ അത് സ്പ്ലിറ്റ് ചെയ്തിടാൻ പറ്റുമോ? ഇപ്പോൾ ബാക്ക് യൂസ് ചെയ്തിട്ട് ഫ്രണ്ടൊക്കെ ഇടാൻ പറ്റുമോ? സ്പ്ലിറ്റ് ചെയ്തിടാൻ പറ്റുമോ? അല്ല ഫ്രണ്ടിൽ സോഫ്റ്റ് ഇട്ടിട്ട് ബാക്കിൽ വേണമെങ്കിൽ തന്നെ ഇടാവും. സൈസ് ഡിഫറൻസ് ഉള്ള പോലെ ഉണ്ട്. സൈസ് ഡിഫറൻറ്റ് ഉള്ള പോലെ ഉണ്ട്. ഓക്കെ ഫിറ്റ് ചെയ്ത് എയർ അടിക്കുമ്പോൾ കട്ടാവും. ഇതിൽ 110 70 6 17. ഇത് റെഡിയിൽ തന്നെയാണ്. ഇത് 110 70 6 17. ഇത് റെഡിയിൽ തന്നെയാണ്, 2 റെഡിയിൽ തന്നെയാണ്. ഓക്കെ ക്വാളിറ്റി വ്യത്യാസമാണ്. ഇത് 6500, ഇത് 3200. ഓക്കെ ഫ്രണ്ട് ഇതല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഷിവറിംഗ് ഒന്നും പറ്റില്ല. ബാക്ക് ഇത് വെക്കാം. ഓക്കെ ഇത് എത്ര ഉണ്ട് ഫ്രണ്ടിൽ? ഇത് 6500. ഇത് 4400. ശരി അപ്പോൾ 2 എടുത്തോ.
നമ്മൾ പുതിയ ടയർ ഇട്ടു. അവിടെ എത്തിയത് എൻ്റെ ഗോപ്രോ ചെറിയൊരു പണി തന്നു. എനിക്ക് ടയർ മാറ്റാനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഗോപ്രോയിൽ എന്തോ ഒരു ഇഷ്യൂ, ഓണാവുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ബാറ്ററി മാറ്റിയിട്ടിട്ട് ഓണാക്കിയതാട്ടോ കുറച്ച് നേരം ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ 2 ടയർ മാറി. എനിക്ക് 2 ടയർ മാറാൻ വേണ്ടിയിട്ട് ഏകദേശം 10,600 ആയിട്ടാ ബില്ല്. ஹலோ சொல்லுங்க. எனக்கு இப்போ தேவையில்லைங்க, நான் தேவையில்லைங்க, இருக்கும்போது காண்டாக்ட் பண்ணிக்கிறேன். ஷூர், ஓகே. മര്യാദയ്ക്ക് വ്ളോഗ് ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ടയർ മാറി ഗൈസ്. എനിക്ക് 2 ടയറും കൂടി എനിക്ക് 10,600 ആയി. ആക്ച്വലി ഫ്രണ്ട് ടയറിനായിരുന്നു റേറ്റ് കൂടുതൽ. കാരണം ഞാൻ ഫ്രണ്ട് MRFൻ്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി സോഫ്റ്റ് കമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് ഫ്രണ്ട് ടയറിന് എനിക്ക് 6,000, ബാക്കിലത്തെ ടയർ എനിക്ക് 4,000 സംതിങ് ആയി. അങ്ങനെ രണ്ടും കൂടി 10,600 രൂപയായി ഗൈസ്. നോക്കാം, നമുക്ക് ഫ്രണ്ട് ടയർ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിലും അതേ സോഫ്റ്റ് കമ്പോണൻ്റ് ടയറിനെ മാറാം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആദ്യമായിട്ട് അതേ ടയറിനെ അതിൻ്റെ പുതിയ തന്നെ ഇട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ടുഡേയ്സ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക്. മറ്റൊരു വീഡിയോ തുടർന്ന് കാണാൻ മതിയായിരിക്കും. ബൈ, റൈറ്റ് സേഫ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഗൈസ്.